ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉറക്കക്കുറവുള്ളവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. കാര്യം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കമന്നൊക്കെ കിടക്കുന്നതല്ലാതെ ഉറക്കം വരാത്തൊരവസ്ഥ ഒരുപാട് പേര് നേരിടുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ ഇപ്പൊ റെഗുലറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട്. നമ്മൾ ഡെയിലി ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഗെയിമും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് വീഡിയോയിൽ പറയുന്ന ടിപ്സുകളും കൂടി ഫോളോ ചെയ്യുക. അപ്പൊ നല്ലൊരു റിസൾട്ട്, നല്ലൊരു മാറ്റം ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഉറക്കക്കുറവുള്ളവർ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കുളിച്ചിട്ടൊക്കെ കിടക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സും അതേപോലെ തന്നെ ശരീരവും ഒക്കെ നന്നായിട്ട് റിലാക്സ് ആകാനും ഒന്ന് തണുക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നോർമൽ ആകും. ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുതലുള്ളവർക്കൊക്കെ അവർക്ക് ഒന്ന് കുറയാൻ കൂടി സഹായിക്കും. പക്ഷെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് രാത്രി കുളിക്കുന്നത് പിടിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക കേട്ടോ. ബാക്കി എല്ലാവർക്കും അതേപോലെ ഒന്ന് കുളിച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ഒരു രാത്രിയിലെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥകൾ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് ആ ഒരൊറ്റ കുളിയിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ വൈകുന്നേരം അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് തോന്നാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചിലരുടെയൊക്കെ വർക്ക് പ്ലേസും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് പ്ലേസും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും, ബെഡ്റൂമിൽ തന്നെ ആയിരിക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അതൊരു പ്രശ്നമല്ല. എന്നാലും ഈ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നവരാണെങ്കിൽ അത് രണ്ട് സ്ഥലത്താക്കി ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങാൻ മാത്രമായിട്ട് ഇങ്ങനെ പ്രോബ്ലം ഉള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ബെഡ്ഷീറ്റ് എല്ലാം നന്നായിട്ട് വിരിച്ച് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ ഫാൻ ഇട്ട് കിടക്കണം എന്നുള്ളവർക്ക് ഫാൻ ഇട്ട് കിടക്കാവുന്നതാണ്. AC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഫാൻ ഇട്ടിട്ടാണ് പൊതുവെ കിടക്കാറ്. ഫാൻ ഇട്ടാലേ എനിക്ക് ഉറക്കം വരും എന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സ് സ്വസ്ഥമാക്കിക്കൊണ്ട് ഉറങ്ങാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ടിപ്പുകൾ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ നമ്മുടെ മൊബൈൽ നോട്ടം അവസാനിപ്പിക്കണം. മൊബൈലിൽ നമുക്കറിയാം കുറേ ന്യൂസ് ഫീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അപകടങ്ങളെ പറ്റിയുള്ളതും അതേപോലെ തന്നെ മർദ്ദനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാകാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ മാറ്റുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയത്ത് കാണാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഉറക്കക്കുറവുള്ളവർ രാത്രി കഞ്ഞി പോലുള്ളത് കഴിക്കാതെ ചപ്പാത്തി പോലുള്ള ഫുഡും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മൾ പില്ലോ വെക്കേണ്ടത് തലയിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ പില്ലോ വെക്കേണ്ടത് കഴുത്തിലാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ വേണം പില്ലോ വെക്കാനായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ സൂപ്പറായിട്ട് നമ്മൾ ഉറങ്ങിക്കോളും. ഇനി എന്നിട്ടും ഉറക്കം വരുന്നില്ല എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുപക്ഷെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ 1-2 പേര് ഒന്നിച്ചൊക്കെ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണിത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന, അതായത് ഉറക്കക്കുറവുള്ള അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ മാത്രമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. അതായത് 2 സൈഡിലും നമ്മൾ മാത്രമാണ്. അതായത് ഒരു സ്പെല്ലിംഗ് ഗെയിമാണ് സംഭവം. ഇപ്പൊ ഞാൻ ഒരു ക്യാറ്റ് എന്നുള്ള ഒരു വാക്കാണ് മനസ്സിലോർത്തത്. കിടക്കാനായിട്ട് കിടക്കുവാണ്, പക്ഷെ ഉറക്കം വരുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ ക്യാറ്റ് എന്നുള്ള ഇത് ഞാൻ ഓർത്തു. അപ്പോൾ അതിന്റെ ക്യാറ്റിന്റെ ലാസ്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് T ആണ്. അടുത്തതായിട്ട് ഞാൻ ടൈഗർ എന്നാണ്, അടുത്തതായിട്ട് ഞാൻ തന്നെയാണ് അത് പറയേണ്ടത്. ഇപ്പൊ ടൈഗർ. അടുത്തത് നമ്മൾ R കൊണ്ട് റിവർ എന്ന് പറഞ്ഞു. അപ്പോൾ റിവറിന്റെ അവസാനം വരുന്നത് R തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ അടുത്തൊരു സ്പെല്ലിംഗ്, ഒരു വേർഡ് നമ്മൾ കണ്ടുപിടിക്കുക. റാബിറ്റ്, R കൊണ്ട് തുടങ്ങുന്ന. അതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. കുറച്ച് സമയം കൊണ്ട് തന്നെ, അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നല്ല സുഖനിദ്രയിലേക്ക് പോയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ അനുഭവം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സസൈസ് നമ്മൾ ബ്രെയിന് കൊടുക്കുമ്പോൾ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയായി നടക്കുകയും സുഖമായിട്ടുള്ള ഉറക്കത്തിന് സഹായിക്കുകയുമാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാം. ഫേസ്ബുക്കിൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.